ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 52 വത്സസ്തേയമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. 8 ശ്ലോകം വരെ നമ്മൾ വായിച്ചു. നമ്മൾ എന്താ വായിച്ചത്? ബ്രഹ്മാവ് ഭഗവാന്റെ ഗോപന്മാരെയും പശുക്കളെയെല്ലാം മറച്ചു. എന്നാൽ ഭഗവാൻ എങ്ങനെയാണ് ഭൂമിയിൽ കൃഷ്ണൻ കഴിയുന്നത്, എങ്ങനെ പശുക്കളെ കാണാതെ വിഷമിക്കുന്നുണ്ടോ, തേടി തേടി നടക്കുകയാണോ, ഇപ്പോഴും പശുക്കളെയും ഗോപന്മാരെയും അന്വേഷിച്ച് പോയി ബുദ്ധിമുട്ടുകയാണോ, ഇതൊക്കെ അറിയാൻ വേണ്ടി ബ്രഹ്മാവ് 1 വർഷക്കാലം ഭൂമിയിൽ ഇങ്ങനെ തങ്ങി. അപ്പോൾ അവിടെ എന്താ കാണുന്നത്? യഥാർത്ഥമായ ആ ഭഗവാന്റെ തന്നെ അതേപോലെയുള്ള സൃഷ്ടിച്ചു. എങ്ങനെയാണ് ഗോപന്മാർ ഇരിക്കുന്ന ഓരോ വീടുകളിൽ നിന്ന് വന്ന ഗോപന്മാരും പശുക്കളും എല്ലാം ഒരു ഭാവവ്യത്യാസവും കൂടാതെ അതേപോലെ തന്നെ ഉള്ള പൂക്കളും ഗോപന്മാരും എല്ലാമായി ഇവിടെ കഴിയുന്നു. ബ്രഹ്മാവ് എന്നിട്ട് തൻ്റെ കാരണം ഭഗവാൻ ഇത് മനസ്സിലാക്കിയിട്ട്, വിധാതാവേ എൻ്റെ മായക്കളി കണ്ടു കൊള്ളൂ, കാരണം മനസ്സിലാണ് പറയുന്നത്. അങ്ങനെ എന്നിട്ട് തൻ്റെ ഭഗവാൻ വീണ്ടും കളി തുടർന്നു. പുതിയതും പഴയതുമായ സംഘങ്ങൾ കണ്ട് ബ്രഹ്മാവിന് ആകെ അങ്കലാപ്പായി. സത്യവും മിഥ്യവും തിരിച്ചറിയാൻ കഴിയാതെയായി. കാരണം യഥാർത്ഥമായതാണല്ലോ ബ്രഹ്മാവ് മറച്ചു പിടിച്ചേക്കുന്നത്. ഭഗവാൻ പുതിയതായിട്ട് മായ കൊണ്ട് സൃഷ്ടിച്ചതാണല്ലോ. അപ്പോൾ അത് പുതിയത്. അപ്പോൾ ഈ പുതിയതും ബ്രഹ്മാവ് മറച്ചു വെച്ചതും തങ്ങളി കണ്ടിട്ട് ആർക്കും മനസ്സിലാവത്തില്ല. ഒരേപോലെ തന്നെയാണ് പശുക്കൾ 2 എണ്ണം, ഗോപന്മാർ 2 എണ്ണം. കാരണം അദ്ദേഹം എങ്ങനെയാണ് മറച്ചു പിടിച്ച ഗോപന്മാർ, അതുപോലെ തന്നെയാണ് ഭഗവാന്റെ സൃഷ്ടിയും. അതുകൊണ്ട് 2 കൂട്ടരെയും തങ്ങളി പുതിയതിനെയും പഴുതിനെയും കണ്ടിട്ട് മനസ്സിലാവാൻ പറ്റാത്തവണ്ണം വിഷമിച്ചു. ഒടുവിൽ ബ്രഹ്മാവിന് ബോധ്യമായി, ഭഗവാനിൽ മായയെ ജയിക്കാനുള്ള കഴിവ് തനിക്കില്ല. പിന്നെ ഭക്തിപൂർവ്വം ഭഗവാനെ വണങ്ങി ക്ഷമാപണം നടത്തി. അപ്പോൾ പുതിയ ഗോവത്സങ്ങളും ഗോപാലന്മാരുമെല്ലാം വിഷ്ണുരൂപികളായി കാണപ്പെട്ടു. അപ്പോൾ അതൊക്കെ മനസ്സിലായി, ഇത് ഭഗവാന്റെ മായ. എല്ലാവരെയും വിഷ്ണുരൂപികളായിട്ട് ഇദ്ദേഹം വിഷമിച്ചപ്പോൾ ഭഗവാൻ അതിനെ ഇങ്ങനെ വിഷ്ണുരൂപികളായി കാണപ്പെട്ടു. അതായത് ഭക്തിയോടുകൂടി തന്നെ സ്മരിച്ചപ്പോൾ നമ്മളും മനസ്സിലാക്കണം, നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ യഥാർത്ഥമായി നമ്മളെ സ്നേഹിക്കും. ഇവിടെ ബ്രഹ്മാവ് അങ്ങനെ മാത്രം ക്ഷമാപണം നടത്തിയതിൻ്റെ പേരിൽ ഭക്തിയോട് ഭഗവാനെ സ്മരിച്ചതുകൊണ്ട് ഭഗവാൻ ആ സംഘമെല്ലാം താൻ തന്നെയാണെന്ന് അറിയിച്ചു കൊടുത്തു. ഈ പശുക്കളും ഗോപന്മാരും സർവ്വതും ബലരാമൻ ഉൾപ്പെടെ എല്ലാവരും ഭഗവാൻ തന്നെയാണെന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനത്തെ ഭഗവാൻ എന്താ പിന്നെ 8ാമത്തെ ശ്ലോകത്തിൽ, ഓരോരുത്തരും ലക്ഷ്മി ഭഗവതിയാൽ പരിലാളിക്കപ്പെടുന്നു, അനന്തനിൽ ശയിക്കുന്നു, കാണാൻ നല്ല കൗതുകമുള്ളവരും യോഗനിദ്രയിൽ ലയിച്ച് പരമാനന്ദം അനുഭവിക്കുന്നവരും സനകാദി യോഗി വര്യന്മാരാൽ സേവിക്കപ്പെടുന്നവരുമായ നിന്തിരുടിമാരെ വേറെ വേറെയായി ബ്രഹ്മാവ് കണ്ടു. ഭഗവതി ഭഗവാന്റെ ഉള്ളിൽ തന്നെ ഉള്ള ദേവി സാക്ഷാൽ ലക്ഷ്മി ഭഗവതി ഭഗവാനിലുള്ളതാണല്ലോ. അപ്പോൾ കുറേ പേരിങ്ങനെ ഓരോരുത്തരും ഭഗവതിയിൽ ലക്ഷ്മി ഭഗവതി പരിലാളിക്കപ്പെടുന്നു, അനന്തനിൽ ശയിക്കുന്നു, പിന്നെയോ നല്ല കൗതുകമുള്ള കാഴ്ചകൾ കാണുന്നു, യോഗനിദ്രയിൽ സമാധിയിൽ ലയിച്ചു കുറേ പേരിരിക്കുന്നു. ഇതെല്ലാം അനുഭവം പരമാനന്ദം അനുഭവിച്ചും കൊണ്ടും സനകാദി യോഗി വര്യന്മാരാൽ സേവിക്കപ്പെടുന്നവരുമായ ഭഗവാനെ തന്നെ വേറെ വേറെയായി അദ്ദേഹം ബ്രഹ്മാവ് കണ്ടു. നമുക്ക് 9ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 9. നാരായണാകൃതിം അസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമപി സ്വം അവേക്ഷ്യധാത മായാനിമഗ്നഹൃദയോ വിമുമോഹ യാവൽ ഏകോ ബഹൂവിധ തഥാ കബളാർത്ഥപാണി. നാരായണാകൃതിം അസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമപി സ്വം അവേക്ഷ്യധാത മായാനിമഗ്നഹൃദയോ വിമോഹയാവൽ ഏകോ ബഹൂവിധ തഥാ കബളാർത്ഥപാണി. ഇവിടെ അനേകം വിഷ്ണുരൂപങ്ങളെയും, കാരണം കാണുന്നതെല്ലാം വിഷ്ണുരൂപം തന്നെയാണ്, അങ്ങനെ അനേകം വിഷ്ണു രൂപങ്ങളെയും അവിടെയെല്ലാം സേവകനായി നിൽക്കുന്ന ആരാ? ബ്രഹ്മാവ് തന്നെയും കണ്ടു ബ്രഹ്മാവ്. അപ്പോൾ ഈ ബ്രഹ്മാവ് ഈ വിഷ്ണു രൂപങ്ങളുടെ എല്ലാം സേവകനായിട്ട് നിൽക്കുന്നതും കൂടെ കാണിച്ചു കൊടുത്തു.
അപ്പോൾ അനേകം ഭഗവാൻ കൃഷ്ണൻ്റെ രൂപം, വിഷ്ണു രൂപം, ആ വിഷ്ണു രൂപങ്ങളെയും യഥാർത്ഥ കൃഷ്ണൻ ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു ആണല്ലോ. അതുകൊണ്ട് വിഷ്ണു രൂപങ്ങളെയും അനേകം അവർക്കെല്ലാം സേവകനായി നിൽക്കുന്ന ആരാ? തന്നെ അതായത് ബ്രഹ്മാവിനെ തന്നെയും കൂടെയാണ് കാണിച്ചു കൊടുക്കുന്നത്. സാക്ഷാ ബ്രഹ്മാവ് ഇവിടെ നിന്ന് കാണുന്നു. പക്ഷേ ഈ വിഷ്ണു രൂപം ഒരുപാട് വിഷ്ണു രൂപികളുടെ അടുത്തെല്ലാം സേവകനായി നിൽക്കുന്ന ആരാ? ഈ ബ്രഹ്മാവ് തന്നെയാണ്. അതും കൂടെ കാണിച്ചു കൊടുത്തു. അപ്പോൾ വിഷ്ണു രൂപങ്ങളെയും കണ്ടു. അവിടെ എല്ലാം അവർക്ക് ആ വിഷ്ണു രൂപന്മാർക്കെല്ലാം സേവകനായി നിൽക്കുന്ന തന്നെയും അതായത് ബ്രഹ്മാവിനെയും കണ്ട ബ്രഹ്മാവ് മായയിൽ മുഴുകി സ്തബ്ധനായി പേടിച്ച് നിന്നുപോയി. കാരണം ഇങ്ങനെയൊരു ബ്രഹ്മാവ് വേറെ ഉണ്ടോ? കാരണം യഥാർത്ഥ ബ്രഹ്മാവ് കാണുന്നു ഈ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ ഒരുപാട് വിഷ്ണു രൂപന്മാരുടെ അടുത്തെല്ലാം ഓരോരുത്തരുടെ അടുത്തും ആര് നിൽക്കുന്നു? ബ്രഹ്മാവ്. എങ്ങനെ നിൽക്കുന്നു? അവരെ സേവിച്ചുകൊണ്ട് നിൽക്കുന്നു, സേവകനായി നിൽക്കുന്നു, അവർക്ക് വേണ്ടുന്ന ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ മായയിലങ്ങ് അദ്ദേഹം അങ്ങ് മയങ്ങിപ്പോയി. എന്നിട്ടോ എന്ത് ചെയ്തു? ഈ മായ കണ്ട് ഭ്രമിച്ച് സ്തബ്ധനായി പേടിച്ച് നിന്നുപോയി. പേടിച്ച് വിറച്ചു നിൽക്കുന്ന കുഞ്ഞിനെ പോലെ ബ്രഹ്മാവ് നിൽക്കുന്നത് കണ്ട ഭഗവാൻ എന്തുവഴി അങ്ങനെ എത്രമാത്രം ഒരു കുഞ്ഞെങ്ങനെയാ വിറയ്ക്കുന്നേ അതുപോലെ നിന്ന് വിറ. കാരണം ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? ഞാനാണോ ഇല്ല നിൽക്കുന്ന സേവകനായിട്ട് ഈ വിഷ്ണുരൂപന്മാരുടെ അടുത്തെല്ലാം നിൽക്കുന്നതെന്നറിയാം. ഇതെങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്നു, എവിടെയൊക്കെ എന്നെ കാണാമല്ലോ. ഇതെല്ലാം കണ്ടപ്പോൾ ഇദ്ദേഹം അങ്ങ് പേടിച്ചു പോയി. മായയിൽ അങ്ങ് ഭ്രമിച്ചപ്പം പിന്നെ പേടിയായിപ്പോയി. അങ്ങനെ പേടിച്ച് വിറച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? കൃഷ്ണൻ പഴയതുപോലെ പശുക്കളെ അന്വേഷിക്കാൻ പുറപ്പെട്ട രൂപത്തിൽ ദൃശ്യനായി. കാരണം മായ മാറിയിട്ട് ഭഗവാൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ പശുക്കളെ എല്ലാം മറച്ചു പിടിച്ചത്. ഭഗവാൻ പശുക്കളെ തേടി പോയപ്പോൾ ഇവിടെ ഉണ്ടോണ്ടിരുന്ന ഗോപന്മാരെയും കൂടെ അങ്ങ് മറച്ചു. പിന്നെ ഭഗവാനോട് ഒറ്റയ്ക്കായി എല്ലാവരെയും മായയിൽ മറച്ചു. അപ്പോൾ പിന്നെ ആ സമയത്ത് എങ്ങനെ ഭഗവാൻ പശുക്കളെ തേടാൻ പോയി, അതേ രൂപത്തിൽ ഭഗവാൻ ആ ദൃശ്യം അവിടെ കാട്ടിക്കൊടുത്തു. പേടിച്ച് വിറച്ച് നിന്നതുകൊണ്ട് ഭഗവാൻ പഴയ രൂപം, അതായത് ഭഗവാന്റെ ഇതെല്ലാം മായയായിരുന്നു. അത് പേടിച്ച് വിറച്ച് അത്രമാത്രം ക്ഷമാപണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് കാണിക്കത്തില്ല. അദ്ദേഹം അടിവിടെ താഴേക്ക് വന്ന് അഹങ്കാരമൊക്കെ പോയി ഭഗവാൻ അത് ഇത്രമാത്രം ഭഗവാനോടുള്ള ഇത്രയും ഭയങ്കരനാണല്ലോ ഈ സർവശക്തനായ മഹാവിഷ്ണു നാരായണൻ തന്നെ യഥാർത്ഥ കൃഷ്ണനെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു. അതായത് അദ്ദേഹം വിചാരിച്ച കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ച ഒരാളല്ലേ, എത്രത്തോളൊക്കെ കാണും, ബ്രഹ്മാവിനേക്കാളൊക്കെ താഴെയായിരിക്കും എന്നൊരു അഹങ്കാരം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നു. പക്ഷേ സാക്ഷാൽ പരബ്രഹ്മമൂർത്തി ഒറിജിനലാണ് കൃഷ്ണനെന്ന് അദ്ദേഹത്തിനപ്പം മനസ്സിലായത് കൊണ്ട് പേടിച്ച് വിറച്ചതുകൊണ്ട് അവിടെ മുന്നോട്ടേക്കൊന്നും നടക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭഗവാൻ യഥാർത്ഥ രൂപം കാട്ടിക്കൊടുത്തു. ഭയന്ന് പോകണ്ട, ഞാൻ തന്നെയാണിതെല്ലാം എന്ന് ഭഗവാനോടെ കാട്ടിക്കൊടുത്തു. ശ്ലോകം 10. നശ്യന്മതേ തദനു വിശ്വപതിം മുഹുസ്ത്വാം നത്വാജനൂതവതി ധാതരിധാമയാദേ പോതൈ സമം പ്രമുദിതൈ പ്രവിശന്നികേതം വാതാലയാധിപ വിഭോ പരിപാഹി രോഗാൽ. നശ്യന്മതേ തദനു വിശ്വപതിം മുഹുസ്ത്വാം നത്വാജനൂതവതി ധാതരിധാമയാദേ പോതൈ സമം പ്രമുദിതൈ പ്രവിശന്നികേതം വാതാലയാധിപ വിഭോ പരിപാഹി രോഗാൽ. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്ന സർവശക്തനായ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അതിനുശേഷം അഹങ്കാരം നശിച്ച ബ്രഹ്മാവ് അങ്ങയെ വീണ്ടും നമസ്കരിച്ച് സ്തുതിച്ച്, അപ്പോൾ അഹങ്കാരമെല്ലാം പോയി താഴേക്ക് വന്ന് ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവായ യഥാർത്ഥ ജ്ഞാനമായിരിക്കുന്ന പരബ്രഹ്മമൂർത്തി ആ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം അങ്ങയെ ഭഗവാനെ വീണ്ടും ഇങ്ങനെ നമസ്കരിച്ച് സ്തുതിച്ച് സത്യലോകത്തേക്ക് മടങ്ങിപ്പോയി. ബ്രഹ്മാവ് ബ്രഹ്മാൻ്റെ സ്ഥലത്തേക്ക് തന്നെ പോയി താണ് വീണ് തോറ്റു തുന്നം പാടി അദ്ദേഹം പോയി. മടങ്ങിപ്പോയപ്പോൾ ഭഗവാൻ നെന്തിരുവടി ഗോവത്സങ്ങളോടൊപ്പം സ്വഗൃഹത്തിലേക്ക് പോയി. ഗോവത്സങ്ങൾ വെച്ചാൽ പശുക്കളും പശുക്കിടാങ്ങളും ഗോപന്മാരുമായിട്ട് ഭഗവാന്റെ വീട്ടിലേക്കും കുഞ്ഞുങ്ങളുടെ വീട്ടിലേക്കും യഥാർത്ഥമായി പോയി. അതുവരെയും ഭഗവാൻ 1 വർഷം കൊണ്ട് മായ കളിച്ച് അവരെ ആരെ അറിയിക്കാതെ കഴിഞ്ഞുകൂടി. അപ്പോൾ ബ്രഹ്മാവ് പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഇതെല്ലാം അത്ഭുതമെന്ന് കണ്ടു, പേടിച്ച് വിറച്ചു, എല്ലാം ചെയ്തു. അങ്ങനെ അവരവരുടെ സ്ഥാനത്തേക്ക് പോയി. അങ്ങനെയുള്ള നാരായണ ഭഗവാനേ, എന്തും അസാധ്യത്തിനെ സാധ്യമാക്കുന്ന നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ,
എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള ഭഗവാനെ, അങ്ങ് എന്നെ രോഗത്തിൽ നിന്നെല്ലാം എന്നെ മുക്തനാക്കണമേ, എന്നെ രക്ഷിക്കണമേ. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയണം. നമുക്ക് എന്താണ് ആവശ്യങ്ങൾ? ഭഗവാൻ ഒന്നും അസാധ്യമല്ല, എല്ലാം സാധ്യമാക്കി തരുന്ന നാരായണ ഗുരുവായൂരപ്പ, ഭഗവാനെ കൃഷ്ണ, ഞങ്ങൾക്ക് എന്താ വേണ്ടേ അതെല്ലാം ഭഗവാൻ അറിഞ്ഞ് ഞങ്ങൾക്ക് ചെയ്തു തരണമേ. എന്താണെന്നൊന്നും അന്ധനായിരിക്കുന്ന നമ്മളെ, നമുക്കൊന്നും അറിവില്ല ഭഗവാനെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.